ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിതാ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചൂടാറിയതിന് ശേഷം പിന്നെ എണ്ണ ആക്കിയിട്ട് ഇതാ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവട പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കുക. പക്ഷേ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും നമ്മുടെ പൂവടയ്ക്ക് ഒരു ബലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താലാണ് നമ്മുടെ പൂവട നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ഗോതമ്പ് മാവ് അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം അതിലേക്കുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങൻ്റെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ശർക്കര ഇതാണ് കേട്ടോ. ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശർക്കരയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കാത്ത രാസമാലിന്യങ്ങളില്ലാത്ത ശുദ്ധമായ ശർക്കര. അപ്പോൾ ഇത് നല്ലൊരു ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തപ്പോൾ ഇതിൽ കല്ലും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ശർക്കരയാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര അല്ലാതെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൂവടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഏലക്കപ്പൊടി ചേർത്താൽ. അപ്പോൾ അതിലേക്ക് ഏലക്കപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ വെച്ചപ്പോഴത്തേന്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒരു ബൂരിൻ്റെ വലിപ്പത്തിൽ ഞാനിതിങ്ങനെ അമർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കൽ. അപ്പോൾ നല്ലൊരു ഷേപ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ നിറച്ചെടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഇതാ എല്ലാതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ശർക്കരയൊക്കെ ഇതാ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ, ബാലൻസ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ 1.5 കപ്പ് പൊടിക്ക് ഒരു വലിയ മുറി തേങ്ങ അതേപോലെ തന്നെ 2 വലിയ ശർക്കരയാണ് എടുത്തത്. അപ്പോൾ ഇത് കറക്റ്റ് അളവ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി ഇഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ വേവായി കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂവടയൊക്കെ അവിടെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയാലാണ് നമുക്കിത് പെട്ടെന്ന് നിന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ പുറത്തുള്ള ബേക്കറിയൊക്കെ കഴിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.